morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning. It's prayer ആരാണ്? ഞാൻ അമൃതാനീഷ്. അമൃത. Okay. Good morning, ma'am, and good morning, my dear friends. ആ. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം പാപമാമിന്നുമീ കാക്കുമാർ. എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം നിന്നെ ഞാൻ എന്നു നീ കാക്കുമാറാകണം. നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം നേർവരും സങ്കടം ഭസ്മമാക്കി. ദുഷ്ടസംസർഗം വരാതെയാക്കിയിടണം ശിഷ്ടരായുള്ളവർ തോഴരായി. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാ. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. താങ്ക് യു, മാം. Okay. Next thought of the day. Good morning, ma'am. And good morning, my dear friends. My name is Abarna Sanu. Today, I am presenting thought of the day. The best preparation for tomorrow is doing your best today. The best preparation for tomorrow is doing your best today. H. Jackson Brown. I hope you all are doing your best today and wish you everyone a good day. Thank you all. Okay, thank you. Then sign in. Hello, ma'am. Good morning, ma'am, and good morning, my dear friends. I'm GB Dendo signing to Adira ma'am class. I hope you all are doing well. Do you like dance? Yes. Yes. Today, 2025, April 29, International Dance Day. International Dance Day is celebrated every year on April 29. This date was chosen to honor the birthday of Jean-Georges Nouvel, a French dancer and ballet master who is considered the creator of modern ballet. Thank you. And once again, I wish everyone a happy International Dance Day. And all are welcome to our Adiramis class. Thank you. Thank you. A very, very good morning to all. Good morning. Good morning, ma'am. Good morning, madam. Morning. സുഖാണോ എല്ലാവർക്കും? അതെ, ma'am. സുഖം. എങ്ങനെ പോകുന്നു മാമിന് വെക്കേഷൻ? സുഖമാണോ?
സുഖം. വെക്കേഷൻ എങ്ങനെ പോകുന്നു? പിള്ളേരൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് ആകെ ബഹളത്തിൽ പോകുന്നു മാം. പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര കഷ്ടപ്പാടാണ്. എനിക്ക് ഞാനൊരു പെൻസിൽ ട്രീ വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള അവിടെ ഇല്ല മാം പറഞ്ഞില്ല. മേക്ക് ആൽഫബറ്റിക് പെൻസിൽ ട്രീ. നിങ്ങളുടെ ആൽഫബറ്റിക് വെച്ചിട്ടുള്ള ഒരു പെൻസിൽ ട്രീ വരണം. അതായത് പെൻസിൽ സ്റ്റെം ആയിട്ട് വരണം. പെൻസിൽ സ്റ്റെമ്മും അതിന്റെ ബ്രാഞ്ചസ് ലീഫ് ഒക്കെ വരുമ്പോ എങ്ങനെയായിരിക്കണം? ആൽഫബറ്റ്സ്, അതായത് A to Z വരുന്ന ആൽഫബറ്റ്സ് അതിന്റെ ബ്രാഞ്ചസിൽ ലീഫ് ആയിട്ട് വരുന്ന രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, ഒരു A4 ഷീറ്റിലോ ചാർട്ടിലോ വരയ്ക്കുന്നവര് ചാർട്ടിൽ വരയ്ക്കാം. A4 ഷീറ്റ് എന്ന് ഞാൻ പറയുന്നത് ഇഷ്ടമുള്ള പോലെ എത്ര വലിപ്പത്തിലോ ചെറുപ്പത്തിലോ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. മാം അതിന്റെ പടം ഒട്ടിക്കോ? അത് വരയ്ക്കാനേ പറ്റുള്ളൂ? എന്തോ? പടം വരയ്ക്കാനാണോ പറ്റാതെ ഒട്ടിക്കാനാണോ ചെയ്യേണ്ടത്? വരയ്ക്കണം ഒട്ടിക്കണ്ട. ഓക്കെ മാം. മാം ഒരു എക്സാമ്പിൾ കാണിക്കാമോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറയാം. യെസ്, ഇത് ജസ്റ്റ് ഒരു മോഡൽ. നിങ്ങൾ ഇങ്ങനെ തന്നെ വരയ്ക്കരുത്. നിങ്ങളുടേതായ ഐഡിയയില് കളേഴ്സും അടുക്കൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. A4 ഷീറ്റിൽ വരച്ചാലും മതി. കൺഫ്യൂഷൻ ഉണ്ടോ? നെയിം എന്താണ്? നെയിം ഒന്നുകൂടെ. Make an alphabetic pencil tree. Make a alphabetic pencil tree. ഇതിന്റെ സ്റ്റെം എങ്ങനെയാ മാം പെൻസിൽ ആക്കുന്നത്? പെൻസിൽ വരണം. സ്റ്റെമ്മ് പെൻസില് ബ്രാഞ്ചസിൽ ഓരോ ലീഫിന് പകരം എന്താ വരേണ്ടത്? ലെറ്റേഴ്സ് വരണം. ഓക്കെ, മനസ്സിലായോ? മാം ശരിക്കും എഴുതുന്ന പെൻസിലല്ലേ ഉദ്ദേശിച്ചത്? അത് ഒട്ടിച്ചു വെക്കുന്ന ഈ എഴുതുന്ന പെൻസിലല്ലേ ആണ് ഉദ്ദേശിക്കണേ? കേട്ടില്ല, എന്താ ചോദിച്ചാ? ഈ എഴുതുന്ന പെൻസിലാണ് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ ഒട്ടിച്ചു വെക്കാനാ? അത് വരയ്ക്കുമല്ലേ മിസ്സേ? പെൻസിൽ വരച്ചിട്ട് അതിനകത്ത് ബ്രാഞ്ചസ് വരയ്ക്കണം. ബ്രാഞ്ചസ് വരുന്നത് ബ്രാഞ്ചസ് ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. എന്നിട്ട് ലീഫ് വരുമ്പോ എന്താണ് വരേണ്ടത്? ആൽഫബറ്റ്സ് വരണം കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ വരുന്ന കാര്യമുണ്ടോ? കുറെ കുട്ടികൾ ചെയ്തു കേട്ടോ. കുറെ പേര് ചെയ്തിട്ടുണ്ട്. എനിക്ക് തരാൻ വിട്ടുപോയതാണത്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽ വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലും സെർച്ച് ചെയ്തിട്ട് അത് നോക്കി വരച്ചാലും മതി. ഈ വരച്ചിട്ട് ആൽഫബറ്റ്സ് ഓരോന്ന് ഒട്ടിക്കാനാണ് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാനാണ് ഇഷ്ടമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇത് അസൈൻമെന്റ് ആണോ മാം? ലെറ്റേഴ്സ് റിപ്പീറ്റ് ഒന്നും വേണ്ട കേട്ടോ. ലെറ്റേഴ്സ് റിപ്പീറ്റ് ഒന്നും വേണ്ട. നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണോ? നെക്സ്റ്റ് ക്ലാസ് ഒന്നും ചെയ്യണ്ട. നിങ്ങള് നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോ എന്താണ് ഡേറ്റ് വരുന്നത്?
Tuesday. 7th. Next Tuesday വേണ്ട. 14th മതി. Okay. 14th അല്ല 13th ആണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ മെയ് 13 നിങ്ങൾ കാണിച്ചാൽ മതി കേട്ടോ. അതായത് ഡേറ്റ് ഇപ്പൊ തന്നെ വരച്ചു കഴിയും. പണിയൊന്നും ഇല്ലതില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ ചെയ്തോ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ ചെയ്തോ. അത്ര നീട്ടി വെക്കണ്ട. Okay. യെസ്, നിങ്ങൾ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. തിയറി പഠിച്ചു. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഏതൊക്കെയായിരുന്നു? ഒരാൾ പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ഒരാൾ പറഞ്ഞു. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് സ്റ്റേജ്, പിയാഷയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഏതൊക്കെയാണ്? റോഷ്നി. ഹലോ മാം, ആ നമ്മൾ എഴുതി വെച്ചതാണോ പറയണ്ട ബുക്കിനകത്ത്? ബുക്കിനകത്ത് എഴുതി വെച്ചത്. ഓക്കെ മാം, പറയാവേ. ഇന്നലെ ആണെങ്കിൽ ഒരു മരണം ഉണ്ടായിട്ട് എല്ലായിടത്തും ഒതുക്കി വെച്ചതായിരുന്നു. എടുക്കുവാ. ഓക്കെ, വേണ്ട വേണ്ട വേണ്ട. എടുത്ത് ഞാൻ. ഓക്കെ മാം, മേജർ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഒന്ന് സെൻസറിങ് മോട്ടോർ സ്റ്റേജ്. അത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ് കേട്ടോ. ഓക്കെ മാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്, കഴിഞ്ഞ ക്ലാസ് വേറെ പഠിപ്പിച്ചായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു തിയറി പഠിച്ചിരുന്നു, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ തിയറി. 4 സ്റ്റേജസ് പഠിച്ചില്ലേ നിങ്ങള്? ഓർക്കുന്നുണ്ടോ? യെസ്. ആരാ പറയുന്നത്? വേറെ ആരാ പറയുന്നത്? ഓക്കെ റോഷ്നി. ഓക്കെ, വേറെ ആരാ പറയുന്നത്? അല്ല മിസ്സേ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ എന്തുവാ പിയാഷയുടേത് പറഞ്ഞു തന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലേ? 4 പറഞ്ഞു തന്നെ മിസ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ അല്ലേ ഇനാക്റ്റീവ് സ്റ്റേജ് ഒക്കെ പഠിപ്പിച്ചേ? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ് പിയാഷയുടെ നമ്മൾ പഠിച്ചത്. ജെറോമസ് ബ്രൂണറിന്റെ അല്ലേ? ബ്രൂണറിന്റെ സ്റ്റേജസ്. അതെ, ഇനാക്റ്റീവ് സ്റ്റേജ് ഒക്കെ പഠിച്ചത്. അല്ല, സെൻസറി മോട്ടോർ സ്റ്റേജ്. അബ്സ്ട്രാക്ട് തിങ്കിങ്, സിസ്റ്റമാറ്റിക്, അതാണോ മാം? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ തിയറി അല്ലേ പിയാഷയുടെ തിയറി അല്ലേ ചോദിക്കുന്നത് മാം? നമ്മൾ പഠിച്ചത് ഏത് തിയറിയാണ്? ഞാൻ ആ തിയറിയുടെ പേര്, ആരാണത് ചെയ്തത്, ആരൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരുടെ പേരായിരുന്നു തന്നത്? പിയാഷയുടെ പേരൊന്ന് പറഞ്ഞായിരുന്നു മാം. വേറെ ആരുടെയും പേര് പറഞ്ഞില്ല. ഒരു മിനിറ്റ് മാം, നോക്കട്ടെ. ജെറോം എസ് പ്രൂണറിന്റെ പറഞ്ഞു തന്നായിരുന്നു മിസ്സേ? അതാണ് ചോദിച്ചത് കേട്ടോ. ജെറോമസ് ബ്രൂണറിന്റെ തിയറിയാണ് എന്താണ്? തിയറിയിലെ 4 സ്റ്റേജസ് ഏതൊക്കെയാണെന്നാ ചോദിച്ചത്. അതിനകത്ത് അത് 3 സ്റ്റേജ് അല്ലേ ഉള്ളു മിസ്സേ? ജെറോം എസ് പ്രൂണറിന്റെ 3 സ്റ്റേജും പിന്നെ പിയാഷയുടെ 4 സ്റ്റേജസും അല്ലേ മിസ് പഠിപ്പിച്ചത്? ഞാൻ എങ്ങനെ നോട്ട് എഴുതിയേക്കുന്നേ? അങ്ങനെയാണ് നോട്ട് എഴുതിയത് എല്ലാവരും? അങ്ങനെ നോട്ട് എഴുതണേ. എഴുതിയില്ല. അങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതെ മാം. എന്താണ് കൺഫ്യൂഷൻ? തിയറി നമ്മൾ കൺഫ്യൂഷൻ വരുന്നുണ്ട് കണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ കൺഫ്യൂഷൻ വന്നത്? രണ്ടും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. നാളെ പഠിച്ചില്ല അത്. ഞങ്ങൾ പഠിച്ചു മിസ്സേ, പഠിച്ചായിരുന്നു. ഒന്ന് പറഞ്ഞ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. പിയാഷയുടെ ആണോ പറയേണ്ടത്? പിയാഷയുടെ സ്റ്റേജസ്. പിയാഷയുടെ ആണെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജ്. ജനനം മുതൽ 2 വയസ്സ് വരെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ഈ സമയത്താണ് മെന്റൽ ആക്ടിവിറ്റീസ് നടക്കുന്നത്. കുട്ടി പ്രതികരിക്കാൻ തുടങ്ങുന്നതും ഈ സമയത്താണ്. ഒബ്ജക്റ്റ് തിരിച്ചറിയാനും സാധിക്കുന്നു ഈ പ്രായത്തിൽ കുട്ടിക്ക്. സെക്കൻഡ് സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, അതായത് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടി സംസാരിക്കുന്നു, അവന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നു, സിംബോളിക് ആക്ടിവിറ്റീസ് മനസ്സിലാക്കുന്നു. ഈ സ്റ്റേജിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അനീമിസം, അതായത്
ജീവനില്ലാത്ത വസ്തുക്കൾക്കും ജീവനുണ്ട് എന്ന് കുട്ടി ചിന്തിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ആദ്യമായി കുട്ടിയിൽ യുക്തിചിന്ത രൂപപ്പെടുന്നതും ലോജിക്കൽ തിങ്കിങ് ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. കുട്ടി ഒരു കാര്യം അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്പേഴ്സ് മനസ്സിലാക്കുന്നു. സംഖ്യകളെ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം എന്ന് മനസ്സിലാക്കുന്നു. വോളിയം, മാസ് എല്ലാം കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നു. കുട്ടി ഫോർവേഡും ബാക്ക്വേർഡും ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രായത്തിൽ പേര് നമ്മൾ പറഞ്ഞു. റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട്. കുട്ടി യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നു ഈ സ്റ്റേജിൽ. ലാസ്റ്റ് സ്റ്റേജ് ആണ് 4th സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് 11 വയസ്സ് മുതൽ ആരംഭിക്കുന്നു. ഇത് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റേജ് ആണ്. കുട്ടികളിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കുട്ടി വ്യത്യസ്ത ആംഗിൾസിലൂടെ ചിന്തിക്കുന്നു. പിന്നെ സ്വന്തമായി വ്യക്തിത്വത്തെ കുറിച്ച് ചിന്തിക്കുന്നു. പിന്നെ ഒരു സോഷ്യൽ കൺസേൺ കുട്ടിയിൽ ഉണ്ടാകുന്നു. അബ്സ്ട്രാക്ട് തിങ്കിങ്, സിസ്റ്റമാറ്റിക് തോട്ട്, പ്രോബ്ലം സോൾവിങ്, സെൽഫ് കോൺസെപ്റ്റ് എന്നിവയെല്ലാം ഈ ഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. ഒരു പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്നതും സ്വയം ചിന്തിക്കുന്നതും ഒരു പ്രശ്നത്തെ പല ആംഗിളിൽ കൂടി ചിന്തിക്കുവാൻ സാധിക്കുന്നതും എല്ലാം ഈ ഘട്ടത്തിലാണ്. താങ്ക് യു. എല്ലാവരും ഇതേപോലെ അത് പറയാനായിട്ട് പഠിക്കണം കേട്ടോ സ്വയം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഈ ഭാഗം ഉണ്ടല്ലോ ഭൗതിക വികാസം അല്ലെ. ഭൗതിക വികാസം കുട്ടിയിൽ നടക്കുന്നത് ഡ്യൂറിംഗ് ലേറ്റർ ചൈൽഡ്ഹുഡ്. Children enter into Piaget's concrete operation stage of creative development. They begin to think logically but are unable to think abstract terms. Children develop powers of observation, attention, reasoning and abstract thinking. They can focus on more than one aspect of a situation and can universally experience what happens around them. For intellectual developmental stage, അതായത് ഡ്യൂറിംഗ് ലേറ്റർ ചൈൽഡ്ഹുഡ് പീരീഡ്. എന്താണ് ലേറ്റർ ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുന്നത്? ലേറ്റർ ചൈൽഡ്ഹുഡ് എന്താണ്? ചൈൽഡ്ഹുഡ് എന്താണ്? കുട്ടിക്കാലം, ബാല്യകാലം. കാലം അതെ. അതായത് കുട്ടിക്കാലത്ത് കുട്ടികൾ ഏതാണ്? പിയാഷയുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജസിലേക്ക് കടക്കണം. അതായത് കുട്ടിക്കാലത്ത് പിയാഷയുടെ സൃഷ്ടിപരമായിട്ടുള്ള ആ ഒരു വികാസത്തിന്റെ മൂർത്തമായ പ്രവർത്തന ഘട്ടത്തിലേക്ക് കുട്ടികൾ കടക്കുന്ന ഒരു സമയമാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കുട്ടിക്കാലത്ത് ആ ഒരു സ്റ്റേജിലാണ് കുട്ടികളിൽ എന്ത് നടക്കുന്നത്? ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്. വാട്ട് ഈസ് ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്? എന്താണ് ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? സൃഷ്ടിപരമായിട്ടുള്ള വികസനങ്ങൾ അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ തിങ്സും എബിലിറ്റീസും സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് കുട്ടികൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്? They begin to think logically. കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? യുക്തിപരമായിട്ട് ചിന്തിക്കും. നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കുകയും ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്ന ഒരു സമയമാണ്. ലോജിക്കൽ തിങ്കിങ് ബിഗിൻ ചെയ്യുന്ന ഒരു സമയമാണ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ലോജിക്കൽ തിങ്കിങ് ബിഗിൻ ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷെ അവർക്ക് എന്താണ്? ബട്ട് ആർ അൺഎബിൾ ടു തിങ്ക് അബ്സ്ട്രാക്ട് ടേംസ്. പക്ഷെ കുട്ടികൾക്ക് എന്ത് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. അബ്സ്ട്രാക്ട് ടേംസ് എന്ന് പറയുന്നത് എന്താണ്? അബ്സ്ട്രാക്ട് ടേംസ് അതായത് അമൂർത്തമായിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനായിട്ട് കുട്ടികൾക്ക് അല്ലെ, വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനായിട്ട് ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല കുട്ടികൾക്ക്. ലോജിക്കൽ തിങ്കിങ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ കൂടി എന്താണ്? അമൂർത്തമായിട്ടുള്ള വികാരങ്ങളോ ചിന്തകളോ ഒന്നും കുട്ടികളുടെ ആ ഒരു സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നില്ല. ജസ്റ്റ് കുഞ്ഞ് യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ആ തിയറിയിൽ പഠിച്ച പോലെ തന്നെ കേട്ടോ. പിന്നെ ചിൽഡ്രൻ ഡെവലപ്പ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ. അപ്പൊ ഈ പീരീഡിൽ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികളിൽ പലതരത്തിലുള്ള കഴിവുകൾ രൂപപ്പെടുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ത്? ചിൽഡ്രൻ ഡെവലപ്പ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ. വാട്ട് ഈസ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ?
എന്താണ് ഒബ്സർവേഷൻ? നിരീക്ഷിക്കാൻ എല്ലാം നിരീക്ഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ്. യെസ്, എല്ലാ കാര്യങ്ങളെ നിരീക്ഷിക്കാൻ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടിയിൽ ഡെവലപ്പ് ചെയ്തു വരുന്നത് അല്ലെ, വികസിച്ച് വരുന്നതാണ് കേട്ടോ, ഡെവലപ്പ് ചെയ്തു വരുന്നു. പിന്നെ അറ്റൻഷൻ, വാട്ട് ഈസ് അറ്റൻഷൻ? ശ്രദ്ധ അല്ലെ, ശ്രദ്ധ പറ്റുന്നു. അതായത് ഒബ്സർവ് ചെയ്യുന്നതിനനുസരിച്ച് കുട്ടിക്ക് അത് ആ ഒരു അതിലേക്ക് എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുന്നു. Then reasoning and abstract thinking. Reasoning and abstract thinking എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കാരണം കണ്ടെത്തുന്നു. അങ്ങനെയാണോ റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത്? ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ചിന്ത വരുന്ന ഒരു സമയം. സത്യം പറഞ്ഞാൽ അവിടെ അബ്സ്ട്രാക്ട് തിങ്കിങ് ഉദ്ദേശിക്കുന്നത് അവിടെ യുക്തിപരമായിട്ട് ചിന്തിക്കുക എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. അതായത് കാര്യകാരണങ്ങളൊക്കെ അറിഞ്ഞ് ചിന്തിക്കുക. നമ്മൾ ആ സ്റ്റേജിൽ എഴുതിയ പോയിന്റ്സ് ഒന്ന് നോക്കിയേ, നിങ്ങള് പോയിന്റ്സ് ഒന്ന് നോക്കിയേ. അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് കണ്ടിട്ടുണ്ടോ നിങ്ങള് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജില്? എന്താ എഴുതിയിരിക്കുന്നത് അതില്? ലോജിക്കൽ തിങ്കിങ്. ലോജിക്കൽ തിങ്കിങ്. പിന്നെ ഇൻഡക്റ്റീവ് ആൻഡ് പരമായിട്ട് ചിന്തിക്കുന്നതിനും അവ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നു നമ്മൾ പഠിച്ചു. തന്നെ അവിടെ പറയുന്നത് കേട്ടോ. റീസണിങ് ചിന്തിക്കുന്നതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കും. ഒരു സംഭവം കണ്ടത്, ഒരു സംഭവം കേട്ടു കഴിഞ്ഞാൽ അതിന് അർത്ഥം അറിഞ്ഞ് പിന്നെ മീനിങ് ആയിട്ട് അത് മനസ്സിലാക്കാനൊക്കെ കുഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണത് കോൺക്രീറ്റ് ഡെവലപ്മെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. പേരൊരിക്കലും മാറിപ്പോവരുത് കേട്ടോ. സ്റ്റേജുകളുടെ പേരോ ഏജോ മാറിപ്പോവരുത്, ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. അത് ഈ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം. തരുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു വെക്കാൻ വേണം. ഈ ഒരു ചാപ്റ്റർ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മാക്സിമം സിമ്പിളാക്കാൻ നോക്കുമെങ്കിലും ചില ക്വസ്റ്റ്യൻസിൽ ഇച്ചിരി തെറ്റുപെടുന്ന രീതിയിലായിരിക്കും ഇതിൽ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ഇത് ഓൾറെഡി ഇന്റലക്ച്വലി ഡെവലപ്മെന്റ് സ്റ്റേജസിൽ നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസും ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന തരത്തിലായിരിക്കുള്ളൂ, ചിന്തിക്കേണ്ടി വരുന്ന തരത്തിലായിരിക്കുള്ളൂ ചിലപ്പോൾ തയ്യാറായി വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഈ ചാപ്റ്റർ ഒന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് ഓരോ ഭാഗം എത്തുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, യെസ്. അപ്പോ children develop powers of എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഒബ്സർവേഷൻ, അറ്റൻഷൻ, റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ്. അണ്ടർലൈൻ ചെയ്ത് പോട്ടെ അതൊക്കെ. They can focus on more than one aspects of a situation and can universally experience what happens around them. They can focus on more than one aspects of a situation and can universally experience what happens around them. എന്താ പറയുന്നത്? ഒരു കാര്യത്തെ കുറിച്ച് പല ആസ്പെക്റ്റിൽ നിന്നും ചിന്തിക്കാൻ അവരെ പ്രാപ്തരാകും. അതായത് അവർ ഒരു സാഹചര്യത്തിൽ ഒന്നിലധികം രീതികളിൽ എന്താണ് ചിന്തിക്കാനായിട്ടായിരിക്കും. സാഹചര്യം സിറ്റുവേഷൻ തന്നെ അവർ എന്താണ് പല രീതിയിൽ ചിന്തിക്കാനായിട്ട് ആരംഭിക്കും. അപ്പൊ പല രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പല വശങ്ങളിലേക്കും അവർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും അല്ലെ. അത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഒരുക്കുന്നത്. ഒരു സാഹചര്യ സിറ്റുവേഷൻ ഉണ്ടായി, അതിനെ നമ്മൾ പറഞ്ഞില്ലേ പല ആംഗിളിലൂടെ പല പ്രശ്നങ്ങളെ നോക്കി കാണുമെന്ന് പറഞ്ഞില്ലേ കുട്ടികള്? ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് പറഞ്ഞത്? റിയാലിറ്റിയിലേക്ക് കിടക്കുന്നു. റിയാലിറ്റിയിലേക്ക് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഏത് സ്റ്റേജ് എന്ന് പറയുന്നത്? കോൺക്രീറ്റ് ഡെവലപ്മെന്റ് സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവർക്ക് ചുറ്റും സംഭവിക്കുന്ന, അതായത് അവർക്ക് ചുറ്റും സംഭവിക്കുന്ന എല്ലാ യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യം, എല്ലാ സാർവത്രികമായിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നവര് എക്സ്പീരിയൻസ് ചെയ്യല. എന്ത് സംഭവം നടന്നാലും അതിനെ പല രീതിയിൽ നോക്കിക്കാണാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യത്തെ they can focus on more than one aspects of a situation. അതായത് അവർ ഒരു സാഹചര്യത്തിന് ഒന്നിലധികം രീതികളിൽ ഒന്നിലധികം വശങ്ങളിൽ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ സാർവത്രികമായിട്ട് അനുഭവിക്കാനും അവര് ശ്രമിക്കുന്നു. ഇത്രയും മനസ്സിലാക്കിയാൽ അവർ റിയൽ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു സിറ്റുവേഷൻ, കടന്നു വരുന്ന ഒരു ഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഈ ഒരു സ്റ്റേജസ് കൂടി കടന്നു വന്നവരാണ്.
ഓക്കെ, അനുസരിച്ച് നമ്മൾ ആ സമയത്ത് ഇതിനെ കുറിച്ച് അറിയില്ല, നമുക്ക് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് അല്ലെ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തർ കടന്നു നമുക്ക് മനസ്സിലാവും. യെസ്, ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഇവിടെ ഒരു 5 പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കുട്ടികളിൽ ഉണ്ടാവുന്നത്, ഈ പീരീഡിൽ ഉണ്ടാവുന്നത് എന്തൊക്കെ ചേഞ്ചസ് ആണ്, മേജർ ഡെവലപ്മെന്റൽ ചേഞ്ചസ് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റി ഡ്യൂറിംഗ് ദിസ് പീരീഡ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തുകൂടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അപ്പൊ ആദ്യം പറഞ്ഞ ഈ ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഈ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിൽ പറഞ്ഞ ഭാഗങ്ങൾ ക്ലിയർ ആണോ? യെസ് മാം. യെസ്, ഇവിടെ ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. During later childhood, children enter into the ASHI's concrete operational stage of creative development. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നോന്ന് ആലോചിക്കും, ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് കുട്ടികളിൽ നടക്കുന്ന സ്റ്റേജ് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ചിലപ്പോ ചോദിക്കും അനിമിസം ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്, അനിമിസം നടക്കുന്ന സ്റ്റേജ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ആൻഡ് റിഡക്റ്റീവ് ലിസണിങ് നടക്കുന്ന സ്റ്റേജ് ഏതാണ്? അപ്പൊ കുറെ സ്റ്റേജുകൾ തന്നിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഒരിക്കലും വരരുത്. അതുകൊണ്ടാണ് ആ തിയറി നല്ല പച്ചവെള്ളം പോലെ പഠിച്ചു വെക്കാൻ പറഞ്ഞത്. എവിടെ വേണമെങ്കിലും അത് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. നമുക്ക് കൺഫ്യൂഷൻ വരും പഠിച്ചു കഴിയുമ്പോൾ, ഇത് ഈ സ്റ്റേജിലാണോ ഞാൻ പഠിച്ചത് ആ സ്റ്റേജിലാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടാകുന്നത്. അപ്പൊ കൺഫ്യൂഷനൊക്കെ മാറ്റി നല്ല രീതിയിൽ അത് പഠിച്ച് സ്വമേധയാ ക്ലാസ് എടുത്ത് നോക്കുക. തിയറി എങ്ങനെ എടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കാം. അപ്പൊ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തോളൂ. യെസ്, they begin to think logically but are unable to think in abstract terms. Children develop powers of observation, attention, reasoning, and abstract thinking. They can focus on more than one aspect of the situation and can universally experience what happens around them. ഇനി മേജർ ഡെവലപ്മെന്റൽ സ്റ്റേജസ് നമുക്ക് നോക്കാം. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലെ മേജർ ഡെവലപ്മെന്റൽ സ്റ്റേജസുകളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇതൊക്കെ ചേഞ്ചസ് ആണ് ഇവിടെ വരുന്നത്. During the basic school period, the child's ability to consume information and accumulate ideas increase and his memory become more efficient. Point ഒന്ന് വായിച്ചു നോക്കിയേ. During the basic school period, the child ability to consume information and accumulate ideas increase and his memory become more efficient. എന്താണ് ഫസ്റ്റ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്? അതായത് അടിസ്ഥാന സ്കൂൾ കാലഘട്ടത്തിൽ എന്താ ബേസിക് സ്കൂൾ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? അടിസ്ഥാന സ്കൂൾ കാലഘട്ടത്തിലെ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്? കുട്ടികൾക്ക് വിവരങ്ങൾ ഉപയോഗിക്കുവാനും അല്ലെ ഇൻഫോർമേഷൻസ് ഉപയോഗിക്കുവാനും ഐഡിയാസ് ആശയങ്ങള് വിപുലീകരിക്കാനും അതോടൊപ്പം തന്നെ എന്താണ് മെമ്മറി എഫിഷ്യന്റ് ആക്കാൻ. മെമ്മറി എഫിഷ്യന്റ് ആക്കാന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മശക്തി കൂടുതൽ കാര്യക്ഷമമാക്കി പ്രവർത്തിക്കാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്ന ഒരു സ്റ്റേജ് ആണ് കോൺഫ്ലിക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സമയത്താണ് കുട്ടിക്ക് സംഭവിക്കുന്നത് child ability to consume information. Ability to consume information എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരങ്ങൾ ഉപയോഗിക്കുവാനും ആശയങ്ങൾ ശേഖരിക്കുവാനുള്ള കഴിവ് കുട്ടിയിൽ വർദ്ധിക്കുന്നു അല്ലെ. ഇൻഫോർമേഷൻ എന്താണ്? വിവരങ്ങൾ അല്ലെ. ശേഖരിക്കുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് ആശയങ്ങൾ ശേഖരിക്കാനുള്ള കുട്ടിയുടെ കഴിവ് വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് അവന്റെ മെമ്മറി അഥവാ അവന്റെ ഓർമ്മശക്തി കൂടുതൽ കാര്യക്ഷമമായും ചെയ്യുന്ന കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു ചേഞ്ച് ആണ് ആദ്യമായിട്ട് കുട്ടിയിൽ അവിടെ സംഭവിക്കുന്നത്. മനസ്സിലായോ ഒന്നാമത്തെ ചേഞ്ച് എന്താണെന്ന്? ഓക്കെ ഓക്കെ, യെസ്. ഇനി സെക്കൻഡ് ചേഞ്ച് എന്താണെന്ന് നോക്കാം. His capacity to generalize as well as ability for logical thinking increases. His capacity to generalize as well as ability for logical thinking increases. എന്താ പറയുന്നത്? ജനറലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ യുക്തിപരമായിട്ട് ചിന്തിക്കാൻ കഴിയും. അതൊക്കെ അല്ലാതെ ഒരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. കപ്പാസിറ്റി ടു ജനറലൈസ്. ജനറലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തെ സാമാന്യവൽക്കരിക്കാൻ, എന്താണ് ഒരു കോമൺ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് കുട്ടി
യുക്തിപരമായിട്ട് ആ കാര്യത്തെ സമീപിക്കുകയും ചെയ്യുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള കപ്പാസിറ്റി കുട്ടിയിൽ വർദ്ധിക്കുന്നു. അല്ലെ, നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പൊതുവായിട്ട് പെട്ടെന്ന് കാണുന്ന കാര്യങ്ങൾ ജനറലൈസ് ചെയ്യാൻ പറ്റും നമുക്ക്, അല്ലെ, സാമാന്യവൽക്കരിക്കാൻ പറ്റും നമുക്ക് ചില കാര്യങ്ങൾ, അല്ലെ, അതായത് കോമൺ ആയിട്ട് നടക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷനോ സാഹചര്യങ്ങളൊക്കെ വന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതേ ആ ഒരു കപ്പാസിറ്റി എന്ന് മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് നമുക്ക് ആ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നീട് എന്താണ്? ലോജിക്കൽ തിങ്കിങ്, യുക്തിപരമായിട്ടൊരു കാര്യത്തെ സമീപിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനുമായിട്ട് നമ്മൾ ആരംഭിക്കുന്ന ഒരു സമയമാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. മിസ്, ആ ജനറലൈസ് സാമാന്യവൽക്കരിക്കുക അതെനിക്ക് മനസ്സിലായില്ല മിസ്, ഒന്നുകൂടെ പറഞ്ഞേ. സാമാന്യവൽക്കരിക്കുക എന്ന് പറഞ്ഞത് ഒരു കാര്യത്തെ നമുക്ക് പൊതുവായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? പൊതുവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് പറഞ്ഞേ. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, വളരെ എളുപ്പമുള്ള ഒരു സിറ്റുവേഷൻ, ഒരു കുട്ടി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു നോക്കിയേ. കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം. അല്ലെ ചോക്കു? മാം ഇപ്പൊ സ്കൂളിൽ വരുന്നത് ഡെയിലി ആ ടൈമിൽ സ്കൂളിൽ വരണം എന്നുള്ളത് കറക്റ്റ് ആണോ? യെസ്, അതൊക്കെ. അത് ഇപ്പോൾ ഒരു കുട്ടി ഊഞ്ഞാലയിൽ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ, സ്വിമ്മിങ് ചെയ്തോണ്ടിരിക്കും, ഊഞ്ഞാലിൽ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി നോക്കി നിൽക്കുവാണ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടി നോക്കി നിൽക്കുകയാണ്. വേറൊരു ചെറിയ കുട്ടി അവിടെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നു, ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുന്നു. ആ ചിത്രം മനസ്സിൽ വന്നു. ഒരു കുട്ടി ഊഞ്ഞാൽ ആടുന്നു, മറ്റൊരു കുട്ടി അവിടെ നിന്ന് നോക്കി നിൽക്കുന്നു. മനസ്സിലായോ? ഒരു പിക്ചർ മനസ്സിലാവും. ദെൻ കുഞ്ഞ് ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ്? കുഞ്ഞാല് കയറ് പൊട്ടിയോ അല്ലെങ്കിൽ കുഞ്ഞ് എങ്ങനെയോ താഴെ വീണു. നമുക്ക് പെട്ടെന്ന് കാര്യം എന്താ നമുക്ക് മനസ്സിലാവുന്നത്? കുഞ്ഞാല പൊട്ടി കുഞ്ഞ് താഴെ വീണു എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ കുഞ്ഞ് എങ്ങനെ വീണെന്ന് നമ്മൾ ആലോചിക്കാൻ പോവോ? ഈ കൊച്ചിന് എന്താ സംഭവിച്ചത്? ഊഞ്ഞാലയിൽ വീഴുന്നത് നമ്മൾ നേരെ കണ്ടു, അല്ലെ? കണ്ടു, കുട്ടിക്ക് എന്താ സംഭവിച്ചത് നമുക്ക് മനസ്സിലായി. ഓക്കെ, നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോ സിമ്പിൾ ആയിട്ട് എടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാവും, അല്ലെ? ഇപ്പൊ കുട്ടി വീഴുന്നത് കൊണ്ട് അതേപോലെ തന്നെ മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ. ഇപ്പൊ സൈക്കിൾ ചവിട്ടി വരുന്ന ഒരു കുട്ടി പെട്ടെന്ന് എന്താണ് സൈക്കിളിൽ നിന്ന് വീണു. അപ്പൊ നോക്കി നിൽക്കുന്ന കുട്ടിക്ക് മനസ്സിലാവാൻ സൈക്കിള് ചിലപ്പോൾ ബ്രേക്ക് കിട്ടിയോ വീഴുന്ന കുഞ്ഞ് മനസ്സിലാക്കുകയാണ്, അല്ലെ? അല്ലെങ്കിൽ സൈക്കിളിൽ നിന്ന് തനിയെ മറിഞ്ഞു വീഴുന്നതാണെന്ന് നമുക്ക് എന്ത് തോന്നും? നമുക്ക് സൈക്കിളിൽ ബാലൻസ് വിട്ടുപോയി, അല്ലെ, അവൻ വീണു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, അല്ലെ? ആ സംഭവം നമുക്ക് വളരെ നോർമലായിട്ട് മനസ്സിലാവുന്നതാണ് ഇവിടെ ജനറലൈസ് ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത്. ജനറൽ ആയിട്ട് മനസ്സിലാക്കുന്ന കുറെ സിമ്പിൾ ആയിട്ടുള്ള തോട്ടുകളുണ്ട് നമുക്ക്. ഓക്കെ, നമ്മൾ ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ എന്താണ് പിന്നീട് അവൻ ആലോചിക്കും എന്തുകൊണ്ട് അവൻ വീണു എന്ന് ലോജിക്കലായിട്ട് പിന്നെ ചിന്തിക്കുകയും ചെയ്യും. എങ്ങനെയായിരിക്കും വീണതെന്ന് പിന്നീടായിരിക്കും. ഓക്കെ, സംഭവം മനസ്സിലായി. കുട്ടി വീണത് കുഞ്ഞു കണ്ടു. കുഞ്ഞു ഊഞ്ഞാലിൽ നിന്ന് വീണിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. അവനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഊഞ്ഞാലിൽ വീണു. കുട്ടിക്ക് എന്ത് മനസ്സിലായി? ഈ ഊഞ്ഞാലിൽ നിന്ന് വീണെന്നുള്ളത് കുട്ടിക്ക് കൃത്യമായി മനസ്സിലായി. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അതാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കിടക്കുന്ന കുട്ടികൾ കാര്യങ്ങൾ ജനറലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി തേർഡ് പോയിന്റ് എന്താണ്? ഒന്ന് വായിക്കൂ ഒരാള്. തേർഡ് പോയിന്റ്. The child becomes more efficient in selecting, developing, and applying cognitive operations in relation to material objects. Yes. മൂന്നാമത്തെ ചേഞ്ച്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലെ മൂന്നാമത്തെ സ്റ്റേജിൽ വരുന്ന മൂന്നാമത്തെ ചേഞ്ച് നമ്മൾ ചെറിയ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? വളരെ ചെറിയൊരു പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഒബ്ജക്ട്സ് വെച്ച് വരുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒബ്ജക്ട് പെർമനൻസ്, അല്ലെ? ഒബ്ജക്ട് പെർമനൻസിന്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. ഓക്കെ, നമ്മൾ അതിൽ പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞു. കുറച്ചും കൂടി എലാബറേറ്റ് ആയി വരുന്നു. അത്രയും മാത്രമേ സംഭവിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ്. ചൈൽഡ് ബിക്കം മോർ എഫിഷ്യന്റ് ഇൻ സെലക്ടിങ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. Child become more efficient in selecting.
തിരഞ്ഞെടുക്കാൻ കുട്ടി കൂടുതലായും തിരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി. കുട്ടികള് ഇപ്പൊ നോക്ക്, നമ്മള് നല്ല കുറെ കളേഴ്സ് വെച്ചില്ല അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ആയിരിക്കും എടുക്കുന്നത് അല്ലെ, നല്ല ബ്രൈറ്റനിങ് ആയി തോന്നുന്നു, വളരെ ക്യാച്ച് ചെയ്യുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് സെലക്ട് ചെയ്യാൻ കപ്പാസിറ്റി വരുന്നത് എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ അവൻ ആ വസ്തു ആകർഷിക്കും, അട്രാക്ട് ചെയ്യുന്നു, അതിന്റെ കളർ കൊണ്ട്, അതിന്റെ ഷേപ്പ് കൊണ്ട്, അതിന്റെ സൈസ് കൊണ്ടൊക്കെ ആയിരിക്കും കുട്ടികളെ അത് അട്രാക്ട് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയല്ലേ നമ്മളൊരു കാര്യം സെലക്ട് ചെയ്യുന്നത്? അതെ. അതെ, യെസ്. The child become more efficient in selecting. അതോടൊപ്പം തന്നെ എന്താണ്? ഡെവലപ്പിംഗ് ആൻഡ് അപ്ലൈയിങ് കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് ഇൻ റിലേഷൻ ടു മെറ്റീരിയൽ ഓബ്ജക്ട്സ് എന്താ പറയുന്നത്? അതായത് ഭൗതിക വസ്തു, മെറ്റീരിയൽ ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക വസ്തുക്കളുമായിട്ടുള്ള വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു? കുട്ടികളെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നു. ഇത്രയും മനസ്സിലാക്കുക. എന്താണ് ഒരു കാര്യം, ഒരു മെറ്റീരിയൽ തിരഞ്ഞെടുക്കാനും അതിന്റെ തന്റെ കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാ? കോഗ്നിറ്റീവ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അപ്ലൈയിങ് കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠിച്ചവരാണ്, പറയൂ. വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അതോടൊപ്പം തന്നെ എന്താണ്? അത് വികസിപ്പിക്കുന്നതിലും പ്രയോഗിക്കുന്നതിലും കുട്ടികൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അത് ചുറ്റുമുള്ള വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് യെസ്, കുട്ടികളെ പഠിക്കും. മെറ്റീരിയൽ കിട്ടിയ ഒരു ഒബ്ജക്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നു, കുട്ടിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നു, അത് എങ്ങനെ ഉപയോഗിക്കണം, അത് എങ്ങനെ ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഇത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ അതിൽ എക്സാമ്പിൾ പറഞ്ഞത് ഒരു ബോൾ വെച്ചിട്ട് ബോളിന്റെ മേളിൽ എന്താണ് തുണി വിരിച്ചു എന്ന് പറഞ്ഞു അല്ലെ, തുണി വിരിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടി അതെങ്ങനെ മനസ്സിലാക്കി എന്നാണ് നമ്മൾ പറഞ്ഞത്? അതിന്റെ അടിയിൽ ബോളാണെന്ന് കുട്ടി എങ്ങനെ തിരിച്ചറിഞ്ഞു? ഷേപ്പ് ഉപയോഗിച്ചു, ഷേപ്പ് മനസ്സിലാക്കി അല്ലെ, അതിന്റെ ഷേപ്പ് വലിപ്പമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പിന്നെ എന്താ അതിനടിയിൽ ബോളാണെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പൊ താൻ നോക്കുന്ന വസ്തുവിനെ തിരിച്ചറിയാൻ അത് എങ്ങനെ ഉപയോഗിക്കാനൊക്കെ പറ്റുന്നു എന്നുള്ളത് ഏത് സ്റ്റേജിലെ ഡെവലപ്മെന്റ് ആണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ നടക്കുന്ന ഒരു ചേഞ്ച് ആണ് കുട്ടിയുടെ കേട്ടോ. അതായത് ഭൗതിക വസ്തുക്കളെ തിരിച്ചറിയുവാനും സെലക്ട് ചെയ്യാനും അതിനെന്താണ് അതിനെങ്ങനെ ഉപയോഗിക്കണം, ഏത് തരത്തിൽ അതിനെ കൊണ്ടുപോകണം എന്നൊക്കെ കുഞ്ഞ് ഐഡന്റിഫൈ ചെയ്തതൊക്കെ തീരുമാനിച്ചു വരുന്ന സമയമാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ് ഒന്ന് വായിക്കൂ. ഫോർത്ത് പോയിന്റ്. At this age, the child tends to live in a world of make-believe of which he himself is the creator. At this age, ഈ പ്രായത്തില് എന്താണ് ചിന്തിക്കുന്നത്? tends to live in a world of make believe of which he himself is the creator. ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞ് ചിന്തിക്കുന്നത് കുഞ്ഞിനെ കുറിച്ച് തന്നെയാണ്. സെൽഫ് റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചില്ലേ? സെൽഫ് തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? സെൽഫ് തിങ്കിങ്ങിലേക്കൊക്കെ വരുന്ന ഒരു സമയമാണ് സ്വന്തം. അതായത് ഫോർത്ത് സ്റ്റേജിലേക്കാണ് പോകുന്നതെങ്കിലും ഈ ഒരു സമയത്ത് കുട്ടി എന്ത് ചിന്തിക്കാൻ തുടങ്ങുന്നു? സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ശരിക്കും. നാലാമത്തെ സ്റ്റേജിന്റെ എൻഡ് ഓഫിലാണ്, അതായത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിന്റെ അവസാനവും ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിന്റെ ആദ്യഘട്ടമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതായത് കുഞ്ഞ് തന്റെ ലോകത്തെ സ്വന്തം സൃഷ്ടാവാണ്, താനാണ് ഈ ലോകത്തെ ക്രിയേറ്റർ, അത് സൃഷ്ടാവാണ് കുഞ്ഞ് സ്വമേധയാ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. നമ്മൾ സ്വയം വിശ്വസിക്കുകയാണ്. ചില കുട്ടികളുണ്ട്, ചില കുട്ടികൾ കണ്ടിട്ടില്ല നമ്മള് അമ്മമാര് പറഞ്ഞ അവന്റെ വീട്ടിലെ രാജാവാണ്, അവൻ പറയുന്ന കാര്യങ്ങളെ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവരാ കംപ്ലീറ്റ് വീട് ഹാൻഡിൽ ചെയ്യും അല്ലെ? ആ കുട്ടിയായിരിക്കും ആ വീട്ടിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ എല്ലാവരും വഴക്കുറയും, ചീത്ത പറയും, തമാശ പറയും, എല്ലാം ചെയ്യും. അവരെല്ലാ കളിപ്പാട്ടും എല്ലാവരും ഉപയോഗിക്കും, ആർക്കൊന്നും കൊടുക്കില്ല. അങ്ങനത്തെ ഒരു ടെൻഡൻസി ഒക്കെ കുട്ടികൾ രൂപപ്പെടും. എന്താണ് ആ ഹോൾ ഹോം, ആ ഫാമിലി തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ആ കുട്ടികൾക്ക്. അതായത് എല്ലാ മെമ്പേഴ്സും അവന്റെ മുമ്പിൽ കീഴടങ്ങും ശരിക്കും പറഞ്ഞാൽ. അവന്റെ സ്വഭാവം, അവന്റെ ബിഹേവിയർ ഒക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ആക്റ്റീവ് സ്റ്റേജിൽ എന്താണ് നമ്മളത് കണ്ട് എല്ലാവരും അവൻ ശരിക്കും പറഞ്ഞാൽ അടിയർ വെക്കും. അപ്പൊ കുഞ്ഞവിടെ സ്വമേധ ഒരു തോന്നൽ എടുക്കുകയാണ്, ഞാനാണ് ഈ വീട്ടിലെല്ലാം, എന്റെ മുമ്പിൽ ഇതെല്ലാം
എന്റെ ഒരു ലോകമാണ്, ഞാനാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, ക്രിയേറ്ററാണ്. സ്വന്തമായിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരു എബിലിറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊരു സമയത്താണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിന്റെ അവസാന ഘട്ടത്തിലും ലാസ്റ്റ് സ്റ്റേജിന്റെ ആദ്യ ഘട്ടത്തിലൊക്കെയാണ് ഇത് നടക്കുന്നത് കേട്ടോ. നമ്മൾ പറയാറില്ലേ അഹങ്കാരം ഒക്കെ തോന്നാന്നൊക്കെ പറയാറില്ലേ നമ്മള്? അഹങ്കാരം തോന്നുന്നത് എപ്പോഴാണ് നമുക്ക്? നമുക്ക് എന്തെങ്കിലും കൂടുതലായി കഴിഞ്ഞാൽ. എന്താണ്? നമ്മൾ എല്ലാരെക്കാട്ടിലും മുകളിലാണെന്ന് തോന്നുമ്പോ. എന്നൊക്കെ വലിയ ആളില്ലാന്നൊരു തോന്നല. നിങ്ങൾ കുട്ടികളെ കാണിക്കുന്ന കണ്ടിട്ടില്ലേ നമ്മള്? ഉണ്ട് ഉണ്ട്. Yes, ma'am. കുട്ടികളെന്തെങ്കിലും നമുക്ക് ശരിക്കും മനസ്സിലാവും. അവനൊന്നും അല്ലാണ്ട് മറ്റവൻ വലിയവനായിട്ട് പെരുമാറുന്നത് കാണാൻ പറ്റും. അതായത് എല്ലാ ടോയ്സും അവന് ഉപയോഗിക്കും, മറ്റവനൊന്നും കൊടുക്കില്ല. വീട്ടുകാരെല്ലാവരെയും എന്താ പറയാ ഭരിച്ചു വരെ നടക്കുന്ന കുറെ കുട്ടികളുണ്ട്. അതൊക്കെ ഏതൊക്കെ സമയത്താണ്? ഇങ്ങനൊരു ചിന്ത ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് കുട്ടികൾ അത്തരത്തിലുള്ള എന്താ പെർഫോമൻസുകൾ നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അതങ്ങ് മാറും. സ്റ്റേജ് വരെ അത് ഉണ്ടാവുള്ളൂ, കഴിയുമ്പോൾ അതങ്ങ് മാറും. യെസ് യെസ്. ഫിഫ്ത്ത് ചേഞ്ച് എന്താണ് കുട്ടികളിലെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന അഞ്ചാമത്തെ ചേഞ്ച് എന്താണ് പറയുന്നത്? ചിൽഡ്രൻ ബിക്കം increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. Children become increasingly concerned with the case of cause and effect relationship in physical and natural phenomena in the environment. ഈ പ്രായത്തിൽ കുട്ടികൾ എന്ത് ഇൻക്രീസ് ചെയ്യുന്നു, എന്ത് വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്? Cause and effect relationship. യെസ്. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യകാരണങ്ങൾ മനസ്സിലാക്കുന്നു കുട്ടികളല്ലേ? കാര്യകാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ ഫിനോമിന ഇൻ ദ എൻവയോൺമെന്റ്, അതായത് പരിസ്ഥിതിയിലെ ശാരീരികവും പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് കുട്ടികൾ ശ്രമിക്കുന്നു. എന്താണ് ഈ നാച്ചുറൽ ഫിനോമിന അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോ എന്തൊക്കെയാണ്? അത് പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങള്. പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചൊക്കെ. വെരി ഗുഡ്. അതായത് കുഞ്ഞ് ആദ്യ കാലഘട്ടത്തിൽ മഴ പെയ്യുന്ന സമയത്ത് കുഞ്ഞിനത് അറിയില്ല അല്ലെ? ആദ്യ സമയത്ത് മഴ പെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പൊ നമ്മുടെ സെൻസറി മോട്ടോർ സ്റ്റേജിൽ കുഞ്ഞ് മഴ കണ്ടു. കുഞ്ഞിനറിയാമോ അത് മഴയാണെന്ന്? ഇല്ല, അറിയത്തില്ല. സെക്കൻഡ് സ്റ്റേജ് ഏതായിരുന്നു? സ്റ്റേജ് ഏതായിരുന്നു? പ്രീ ഓപ്പറേഷൻ. 2 വയസ്സ് മുതൽ ആരംഭിക്കുന്ന സമയത്ത് അല്ലെ? ആ സമയത്ത് ഏകദേശം പിന്നെയും അവന് മഴ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ തുടങ്ങി. മഴ പെയ്യുമ്പോ ഒരു അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കി കുഞ്ഞ് എന്താണ് മഴ പെയ്യാൻ പോകുന്നതൊക്കെ ഏകദേശം കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അല്ല, ഇരുട്ട് അന്തരീക്ഷമൊക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കല്ലേ, ആദ്യം പറയും അപ്പൊ മഴ പെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞ് കുഞ്ഞുങ്ങളത് ഒബ്സർവ് ചെയ്യും. പിന്നീട് കുഞ്ഞിന് എന്ത് മനസ്സിലാവും? മഴ പെയ്യാറായെന്ന് മനസ്സിലാവും. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആവുമ്പോ എന്താണ് പിന്നെ സംഭവിക്കുന്നത്? മഴയെ പറ്റി എന്താ അറിയാൻ പറ്റും കുഞ്ഞിന്? അതെന്തുകൊണ്ടാ മഴ വരുന്നത്? മഴ എങ്ങനെയാണ് പെയ്യുന്നതെന്ന് കുഞ്ഞ് മനസ്സിലാക്കുന്നത് അല്ലെ? അത് എന്തുകൊണ്ട്, എങ്ങനെയാണ് ആ പ്രതിഭാസം നടക്കുന്നത് തിരിച്ചറിയണം അല്ലെ? അത് പറഞ്ഞു കൊടുക്കുന്നത് കുഞ്ഞ് കൃത്യമായിട്ടത്. അതാണ് ലോജിക്കൽ തിങ്കിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ അർത്ഥവത്തായിട്ടൊരു കാര്യത്തെ മനസ്സിലാക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ? അതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഫിനോമിന, ഫിസിക്കൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. കാര്യകാരണങ്ങൾ അറിഞ്ഞ് ഒരു വസ്തുതയെ കുട്ടി മനസ്സിലാക്കുന്നു. ഏത് സ്റ്റേജിലാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ. ഓക്കെ. Children become increasingly concerned with the cause and effect relationship in എന്തൊക്കെ തമ്മിലുള്ളതാണ്? ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ ഫിനോമിന ഇൻ ദ എൻവയോൺമെന്റ്, പരിസ്ഥിതിയിലെ ശാരീരികവും പ്രകൃതിദത്തവുമായ പ്രതിഭാസങ്ങളിലെ കാരണങ്ങൾ മനസ്സിലാക്കിയത് പിന്നെ എന്താണ്? അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ, അത് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി, കപ്പാസിറ്റി ഒക്കെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് മൂന്നാമത്തെ ക്രിയാശയുടെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ. 5 ചേഞ്ചസ് ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിയേ മനസ്സിലാവുന്ന.
ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? എന്തൊക്കെ ചേഞ്ചസ് ആണ് കോഗ്നിറ്റീവ് സ്റ്റേജസിൽ നടക്കുന്നതെന്ന്? കോഗ്നിറ്റീവ് ഓപ്പറേഷൻ സ്റ്റേജില് കോഗ്നിറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നതെന്ന് മനസ്സിലായോ? ഇനി നമ്മള് നെക്സ്റ്റ് ക്ലാസ്സില് ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യും. ഡിബേറ്റ് എന്താണെന്ന് അറിയാലോ? ഡിബേറ്റ് എന്താണ്? സംവാദം. അതായത് ഞാനൊരു ചെറിയൊരു ടോപ്പിക് തരാം. വളരെ നിങ്ങൾക്ക് ആ ടോപ്പിക് കേൾക്കുമ്പോൾ തോന്നും ചിലപ്പോ എന്താണ് ടോപ്പിക് ഇപ്പൊ പറയില്ല കേട്ടോ. ഇത് എങ്ങനെ നമ്മള് എഗ്രി ചെയ്യും, ഒരാള് ഡിസഗ്രി ചെയ്യും. അങ്ങനെയായിരിക്കും നമ്മൾ സംവാദം നടത്തുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ഒരു കുറച്ച് പേര് അനുകൂലിക്കുന്നുണ്ടാവും, കുറച്ച് പേര് പ്രതികൂലിക്കുന്നവരുണ്ടാവും. ഓക്കെ, അപ്പൊ ടോപ്പിക്ക് കേൾക്കുമ്പോൾ വളരെ കൺഫ്യൂഷൻ തോന്നും, പക്ഷെ ഇത് എങ്ങനെ പറയണമെന്ന്. പക്ഷെ നിങ്ങൾക്കത് പറയാൻ സാധിക്കണം. ഓക്കെ, അങ്ങനെ ഒന്ന് അത് ആ സമയത്ത് വരുള്ളൂ. പെട്ടെന്നൊന്ന് നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് വൈബ്രേറ്റ് ചെയ്തിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ കുറച്ച് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എങ്കിലും. പക്ഷെ നമ്മള് ഇത് തുടങ്ങുന്ന സമയത്ത് ആരും പരസ്പരം ശരിക്കും സംസാരിക്കില്ല. അതായത് ഞാൻ ചിലപ്പോൾ ഒരു പോയിന്റ് ഇട്ട് തരും, നിങ്ങൾ അതിൽ ഒരാൾ ചിലപ്പോൾ സംസാരിക്കും, പിന്നത്തെ ആൾക്കാർ ചിലപ്പോൾ ചെറിയ രീതിയിൽ പറയാൻ പറ്റുള്ളൂ. പിന്നീട് പതിയെ പോയി ഒരു ഏകദേശം ഒരു മിഡിൽ എത്തുന്ന സമയത്താണ് ഡിബേറ്റിന് എന്ത് കൂടുന്നത്, അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തുന്നത്, അല്ലെ, മൂർച്ച കൂടുന്നത്. അപ്പൊ പരസ്പരം ചിലപ്പോൾ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളിൽ വ്യത്യാസം വന്നേക്കാം. ആർക്കും വഴക്കോ ദേഷ്യമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പരസ്പരം അങ്ങാടി ഇങ്ങോട്ട് പറയുന്ന സംസാരങ്ങളില് എന്തെങ്കിലുമൊക്കെ തോന്നും. പക്ഷെ അത് നമ്മൾ ഈ ക്ലാസ്സിനുള്ളിൽ വെച്ച് തന്നെ തീർന്നു പോകാൻ വേണം കേട്ടോ. ഓക്കെ, കാര്യമായിട്ട് പറഞ്ഞത് ഞങ്ങൾ MT6 നടത്തിയിട്ട് നല്ല വഴക്കായിരുന്നു. ലാസ്റ്റ് ഒരു കണക്കിനാണ് നമ്മൾ തീർത്തത്. കാരണം മിസ്, എനിക്കും അങ്ങനെ തന്നെ ഒരു അനുഭവം ഒരു ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അഗ്രികൾച്ചറിന്റെ ഒരു കോഴ്സ് ചെയ്തോണ്ടിരുന്നേ. അപ്പൊ അഗ്രികൾച്ചറിന്റെ ഒരു കോഴ്സിൽ അതിന് ഹെഡ് ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു ഡിബേറ്റ് അവർ തന്നായിരുന്നു. അതായത് ജൈവവളത്തെയും രാസവളത്തെയും പറ്റിയിട്ട്. അപ്പം എങ്ങനെ വാദിച്ചാലും ജൈവവളം ഉപയോഗിച്ച് തന്നെ നമ്മൾ കൃഷി ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ആ പഠനത്തിന്റെ ഉദ്ദേശം തന്നെ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ടോപ്പിക്ക് തരുമ്പം നമ്മൾ രാസവളത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരും, അപ്പൊ ഞങ്ങൾ കുറച്ചുപേരൊക്കെ നല്ലതായിട്ട് സംസാരിക്കുന്നവരുണ്ട്. ഞങ്ങളെ എല്ലാം എടുത്ത് ഇവരങ്ങ് രാസവളത്തിനകത്തിട്ട് ബാക്കി ഈ അധികം സംസാരിക്കാത്ത ആൾക്കാരാണ് ജൈവവളം. കാരണം അതിന് ഒരുപാട് നല്ല വശങ്ങൾ പറയാനുണ്ടല്ലോ. പക്ഷെ രാസവളത്തെ സംബന്ധിച്ച് ആ നല്ല വശങ്ങൾ ഇല്ല. പക്ഷെ പറഞ്ഞു വന്നപ്പം അവർക്ക് സംസാരിക്കാൻ ആ ഒരു രീതി ശരിയാവാത്ത കൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഭാഗത്തോ, എന്നാ തെറ്റാ നമ്മൾ പറയുന്നത്, പക്ഷെ ആ ഭാഗം ന്യായീകരിച്ചല്ലേ സംസാരിക്കുന്നത്. അവസാനം ക്ലാസ്സിൽ ഒരു കുട്ടി എണീറ്റ് ഇനി ഞാൻ ഈ ക്ലാസ്സിൽ പഠിക്കുന്നില്ല, എനിക്കിനി താല്പര്യമില്ല ഈ കോഴ്സ് തുടരാനെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഭയങ്കര വഴക്ക് അവസാനം. അങ്ങനെയൊന്നും വരില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ ഇങ്ങനെ ഡിബേറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതേപോലെ നിങ്ങൾ ബിഹേവ് ചെയ്യണം കേട്ടോ. ടോപ്പിക് പറ്റുള്ളൂ, വരികയില്ല, സിമ്പിൾ ടോപ്പിക് ആണ്. പക്ഷെ പറയാൻ പറ്റുന്ന നിങ്ങൾക്ക് ടോപ്പിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ കുട്ടികൾ റിലേറ്റഡ് ആണ്, നിങ്ങൾ റിലേറ്റഡ് ആണ്, ഫാമിലി റിലേറ്റഡ് ആണ്, എല്ലാം റിലേറ്റഡ് ആണ്. ഓക്കെ, ലവ് മാരേജും അറേഞ്ച് മാരേജും അല്ലാതെ ഇന്നലെ സാറ് തന്നായിരുന്നു നമുക്ക് അതിനെ പറ്റി ഡിബേറ്റ്. അത് ഡിബേറ്റ് ആയിട്ടല്ല, സാറ് നമ്മളോട് ഇംഗ്ലീഷിൽ അതിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് പ്രിഫർ ചെയ്യുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയാനായിട്ട് അഭിപ്രായം. ഇംഗ്ലീഷിലായതുകൊണ്ട് ആർക്കും അധികം പറയാനുണ്ടായില്ല. അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി. അതെ, സത്യം. അത് ഞങ്ങളോട് പറഞ്ഞു. അത് ചെയ്തിരുന്നോ നിങ്ങളുടെ? എന്തുവാ മിസ്സേ? അത് നിങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇവിടെ? ഞങ്ങൾ ഇന്നലെ സാറിന്റെ ക്ലാസ്സിൽ സംസാരിച്ചായിരുന്നു. ഓക്കെ, ഇംഗ്ലീഷിലായിരുന്നു മിസ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഒന്നും പറയാനുണ്ടായില്ല. സ്കൂൾ റിലേറ്റഡ് ആണ്, നിങ്ങൾ റിലേറ്റഡ് ആണ്, കുട്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ പറയുന്നതല്ലേ അതിന്റെ ഒരു ഇത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചപ്പോ പറയുന്ന കാര്യങ്ങള് എന്താണ് റീച്ച? ക്ലൂ തരൂ മിസ്സേ, നാളത്തേക്കുള്ളത് എന്തെങ്കിലും എടുത്തു വെക്കാലോ. നമുക്ക് ക്ലാസ് ടീച്ചർ ആയിക്കോട്ടെ എന്ത് കാര്യം അപ്പൊ കിട്ടുന്ന എന്താണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, അപ്പൊ ക്രിയേറ്റീവ് ആയിട്ട് എന്ത് ചിന്തിക്കുന്നത്, എന്ത് പറയുന്നു, അതിന്റെയാണ് കാര്യം കേട്ടോ. നമുക്ക് പ്രിപ്പയർ ചെയ്ത് ചെയ്യാനാണെങ്കിൽ എല്ലാം നല്ല സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യരുത്. അതിനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് കിട്ടുന്നത് അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റും. അങ്ങനെ പറ്റുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പൊ മാറി നിൽക്കുന്ന കുറെ പേരുണ്ടോ ആലോചിച്ചിട്ട് പറയാം. ഇപ്പൊ തന്നെ ഞാൻ ആ പെൻസിൽ വരയ്ക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഡേറ്റ് ചോദിച്ചു അല്ലെ?
അപ്പൊ എന്താണ് അങ്ങനെ ഡേറ്റ് ചോദിച്ചത്? സമയം കൊടുത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കുറഞ്ഞ സമയത്ത് ഞാൻ പറയട്ടെ, നമുക്ക് ചിലപ്പോൾ കുറേ സമയം കിട്ടി ചെയ്യുന്ന കാര്യങ്ങളും ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടി ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ രണ്ടും രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, രണ്ടിലും ചിലപ്പോൾ എന്താണ് നെഗറ്റീവും പോസിറ്റീവും വരാം. പക്ഷെ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ വരുന്നത് വളരെ പലതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകും അല്ലെ? ഈവൻ സിനിമയിൽ പോലും നമ്മള് കണ്ടിട്ടുണ്ട് പല സിറ്റുവേഷൻസിൽ അപ്പൊ തോന്നുന്ന തീരുമാനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ആ സിനിമേനെ വേറെ വഴിക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. നിങ്ങൾ കണ്ടോ? തുടരും കണ്ടോ സിനിമ? കണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് പോയി കണ്ടു. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ മാം. എംപുരാനേക്കാളും ഇതാണ് മാം നല്ലൊരിത്. അതെ അതെ, പുരാണേക്കാളും ഏറ്റവും ബെറ്റർ ഇത് തന്നെയാണ് അല്ലെ? സെയിം അതെ, ഈ ദൃശ്യത്തിനെ പോലെ തന്നെ മാം. ആ ഒരു മോഡൽ വേറൊരു ഫീൽ. ഇത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ആക്ടറിനെ നമ്മൾ ആഗ്രഹിച്ച് അതിന് തന്നെ കാണാൻ സാധിച്ചല്ലേ. എനിക്ക് കണ്ടപ്പോ തോന്നിയത്, കഥ പറയുന്നല്ല, എനിക്ക് കണ്ടപ്പോ ഏതൊക്കെയോ ഒരു സ്റ്റേജില് പുള്ളിനെ എനിക്ക് തോന്നിയത് കിരീടത്തില് സേതുമാധവന്റെ ആ ഒരു ഇതൊക്കെയാണ് തോന്നിയത്. എനിക്ക് ചാടി വരുന്ന സമയത്ത് പഞ്ചൊക്കെ കിടന്നപ്പോ അങ്ങനെ തോന്നുന്നു. നമുക്ക് പല പഴയ കഥാപാത്രങ്ങളായിട്ട് കണക്ട് ചെയ്തു. എന്ത് ഭംഗിയാണ് അതിൽ മോഹൻലാലിനെ കാണാനായിട്ട് അല്ലെ? എന്ത് രസമാണ് കാണാൻ സാരിയൊക്കെ വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു ശോഭനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്നത് മോഹൻലാൽ തന്നെയാണ് ആ ഒരു സിനിമയില് അല്ലേ? അങ്ങനെ തോന്നിയാണ് എനിക്ക്. ശബ്ദത്തിലായാലും ശോഭനയുടെ ഓൾറെഡി തമിഴ് ലാംഗ്വേജിന്റെ ടച്ച് ഉള്ളത് കൊണ്ട് ശബ്ദത്തിന്റെ കാര്യം മാത്രം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. ശരിക്കും ഭാഗ്യലക്ഷ്മിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? തമിഴിൽ ചെയ്തുകൊണ്ടിരുന്ന ഭാഗ്യലക്ഷ്മിയാണ്. ആദ്യമായിട്ടാണ് ശോഭനയുടെ ശബ്ദത്തില് അല്ല തിര എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ശബ്ദത്തിൽ തന്നെ. അങ്ങനെ വരുമ്പോ നമുക്ക് മലയാളികൾക്ക് അതൊന്ന് കണക്ട് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. പടം തുടങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ല, എങ്കിലും ആ ശബ്ദം നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവില്ല. ഒരു നല്ല വെറൈറ്റി ആയൊരു ശബ്ദമാണത്. കേൾക്കുമ്പോൾ നമുക്ക് ദഹിക്കാത്ത പോലെ തോന്നും. കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. അത് മാത്രം ഒരു ഇതായിട്ട് തോന്നുന്നു. ബാക്കിയെല്ലാം കൊണ്ടും നമ്മളൊരു സിനിമ കാണുമ്പോൾ ഇനി അടുത്തത് ഇതാണെന്ന് ചിന്തിച്ചാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെ മറികടക്കുന്ന രീതിയിലാണ് അതിലൊരു കാര്യങ്ങൾ വരുന്നത്. ശരിയല്ലേ? കണ്ടവർക്ക് അറിയാൻ പറ്റും. ഒരു ബോറിംഗ് ഇല്ല മാം. നമുക്ക് പിന്നെയും കാണാൻ തോന്നുന്നത്. ഒരു പ്രാവശ്യം കാണുമോ? പ്രാവശ്യം കാണാനുള്ള സിനിമ ഉണ്ടത്. അതായത് പല ഭാഗങ്ങളിലും ചിലതൊക്കെ ഞാൻ കണ്ണടച്ചിട്ട് വരും, ചിലതൊക്കെ ഇച്ചിരി പേടിയുള്ള മാം. അവന്റെ വിരൽ ഇങ്ങനെ ഇതിട്ട് മുറിക്ക് ഭയങ്കര അപ്പൊ കാണാത്തവര് പോയി കാണാം. നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണമെന്നാണ് ഞാനും പറയുന്നത് കേട്ടോ. വെക്കേഷൻ ടൈമിൽ എങ്ങനെയെങ്കിലും ഒരു സമയം ഉണ്ടാക്കി കുട്ടികളെ കൊണ്ടൊക്കെ പോയി കാണാം കേട്ടോ. പുതിയ സിനിമ എന്താടോ പുതിയ സിനിമ കണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടോ. ഞാൻ ഇറങ്ങുന്ന എല്ലാ സിനിമയും പോയി കാണാറുണ്ട്. ഒരു പടം പോലും വിടാറില്ല. അല്ല, ചീത്ത പടങ്ങളൊന്നും പോയി കാണില്ല. ഞാൻ ചോദിക്കണം, ഇപ്പൊ മോഹൻലാലിന്റെ പുതിയ സിനിമ ഇറങ്ങിയല്ലോ, അതാണ് ഞങ്ങൾ പറഞ്ഞത്. തുടരും അതിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നത്. അതിലെ അഭിനയിക്കുന്ന വില്ലൻ ആരാന്ന് മനസ്സിലായോ? അതില് അഭിനയിക്കുന്ന വില്ലൻ ആരാന്ന് മനസ്സിലായോ? കഥ പറയല്ലേ, ഇന്ന് പോയി കാണാം. വില്ലൻ നിങ്ങള് മനസ്സിലാവില്ല നമുക്ക്. വില്ലൻ ആദ്യമായിട്ടൊരു സിനിമ അഭിനയിക്കും, പക്ഷെ അയാളൊരു വലിയ ഞാൻ മാമിനോട് ചോദിച്ചതാ. ഞാൻ ചോദിച്ചെന്ന് വെച്ചാല് അതിലെ വില്ലൻ ഞങ്ങൾ കസിനാണ്. ആണോ? വില്ലൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ നമുക്ക് തോന്നൂല അല്ലേ? ഇതാണ് അയാളുടെ അഭിനയം. പക്ഷെ നമുക്ക് ഏറ്റവും വെറുപ്പ് തോന്നുന്ന ഒരു ക്യാരക്ടറാണ് അത്. അത് എന്റെ ഹസ്ബൻഡിന്റെ ചേച്ചിയുടെ മകന്, രണ്ടാമത്തെ മകന് പ്രകാശ് വർമ്മ. പുള്ളിയാണ്. ഞാനോർത്ത് മാമിന് മനസ്സിലായില്ല, അപ്പൊ മാമിന് ചോദിക്കുമെന്ന് വിചാരിച്ചു. ആള് മനസ്സിലായില്ല. പുള്ളി ഒത്തിരി സിനിമ. പ്രകാശ് വർമ്മ. അതെ. പോയി ഇല്ല, തെല്ലൊന്നുമില്ല. ഞാനത്തെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായെന്ന് നോക്കി, അതാ ഞാൻ മിണ്ടാണ്ടിരുന്നു. റിലേഷൻ വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞ? പ്രകാശ് വർമ്മ റിലേഷൻ എങ്ങനെയാ വരുന്നത്? നിങ്ങള് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ ചേച്ചിയുടെ രണ്ടാമത്തെ മകനാണ്. അപ്പൊ നല്ല അടുത്ത റിലേഷൻ ആണല്ലോ. കൂടുതൽ ഫാമിലി മൊത്തം ഫിലിം ഫീൽഡിലുള്ളവരാ. ഓക്കെ, ഇനി എങ്ങനെയെങ്കിലും കാണാനൊരു അവസരം കിട്ടിയ നമ്മളിത് ക്ലാസ്സിൽ ചർച്ച ചെയ്തെന്നൊന്ന് പറയണോട്ടോ.
ആ പറയാം പറയാം. ചേട്ടനെ എല്ലാരെയും വിളിച്ചോണ്ടിരിക്കുക. ചേട്ടന്റെ കൂടെ ഉള്ളവരൊക്കെ നല്ല നമ്മള് പുള്ളി ആദ്യമായിട്ട് അഭിനയിക്കാന്ന് ഒരിക്കലും പറയില്ല. ആഡിന്റെ ഒക്കെ ഡയറക്ടറല്ലേ പുള്ളിക്കാരൻ അല്ലെ? അഡ്വർടൈസ്മെന്റിന്റെ ഡയറക്ടറാണ്. പക്ഷെ ഇതുവരെ ഒരു ഫിലിമിന് പോലും മുഖം കാണിച്ചിട്ടില്ല ആളെ. ഫസ്റ്റ് പെർഫോമൻസ് ആണെന്ന് ഒരിക്കലും പറയില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന രീതിയിൽ അഭിനയിക്കാൻ പറ്റുന്നത് തന്നെ വളരെ ഒരു നല്ല ടാലന്റഡ് ആയതുകൊണ്ടാണ് അല്ലെ? ഫസ്റ്റ് ഒന്നും നമുക്ക് തോന്നില്ല കേട്ടോ, ആളുടെ അഭിനയം അങ്ങനെയൊന്നും തോന്നില്ല. പക്ഷെ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ പറയണം കേട്ടോ. പറഞ്ഞേക്കാം. അഭിനയിക്കാൻ പറയണം, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറയണം. എന്റെ ചേട്ടനെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, എന്നെ വിളിക്കേണ്ട ഒത്തിരി പേര്. ആരാന്നൊക്കെ ചോദിച്ചോണ്ട് ഞങ്ങക്ക് പറയാനൊരു മടി. അപ്പൊ മാം ഇങ്ങനെ പറഞ്ഞപ്പോ മാമിന് മനസ്സിലായെന്ന് പറയാൻ ഞാൻ ചോദിച്ചതാ. ശരി, മിസ്സിനെ ഫിലിം കണ്ടിട്ട് ആ നടനോട് കുറച്ച് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ആര്യനെ 2 ചീത്ത പറഞ്ഞു. ആര്യ പോയി പറഞ്ഞോളൂ. അപ്പൊ ഒരു മനസ്സുഖം. കൊല്ലല്ലേ എല്ലാരും കൂടെ ഇനി ഇത് കണ്ടോ, പടം കണ്ടോ? എന്താ മാം? ഇല്ല മിണ്ടാതിരിക്കുന്നു. കണ്ടിട്ടില്ല. പോയി കണ്ടോ? നല്ലൊരു പടം, നല്ല ഫീൽ ഗുഡ് മൂവി ഒക്കെ ഇറങ്ങിയിട്ട് കണ്ടേ. നമുക്കിങ്ങനെ ഞങ്ങള് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങക്ക് ഇതുവരെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. പറ്റിയില്ല. ഈ 5 ദിവസം കൊണ്ട് 1.5 കോടിയായ മാം. അതെ അതെ. മേഘന ഉണ്ടോ? ആ ഞാൻ മിനിഞ്ഞാന്ന് പോയത് മാം. ഇവിടെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടു. ഇവിടെ തന്നെ മേഘന കണ്ടിട്ടാ മാം ഞാൻ പറഞ്ഞത്. നല്ല സിനിമ, നല്ല ഇതാന്ന് പറഞ്ഞു. കണ്ടോ? ഫസ്റ്റ് ഇറങ്ങിയ പ്ലേസിന്റെ ഞങ്ങൾക്ക് പിന്നെന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറം തിയേറ്ററുണ്ട്. 2 തിയേറ്റേഴ്സ് അടുത്താണ്. അപ്പൊ പിന്നെ എടുത്ത് പടം കാണാം. അതാണ് ഒരു മെയിൻ കാരണം കേട്ടോ. അല്ലാതെ പടം ഇഷ്ടമായതും സിനിമ ഇഷ്ടമായതുകൊണ്ടാണ് പോയി കാണുന്നത്. തിയേറ്റർ അടുത്താണ്, കംഫർട്ടബിൾ അല്ലേ നമുക്ക് പോയി വരാൻ. ഇപ്പൊ നടന്നു പോയി വരാനുള്ള ദൂരമുള്ളൂ ഞങ്ങൾക്ക്. ഒരു മെയിൻ ഫാക്ടറാണ് അങ്ങനെ. അപ്പൊ എല്ലാ പടങ്ങളും അറിയാൻ പറ്റും നമുക്ക്. ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് പോയി കാണുകയും ചെയ്യും. അതെ, ഈ എമ്പുരാനിലെ കുറെ സീനൊക്കെ കട്ടാക്കിയില്ലേ മാം? ഏതൊക്കെയോ ഒരു ഞാൻ മുമ്പ് തന്നെ കാണുന്നത് കട്ടിങ്ങിന്റെ. ഞാൻ നിങ്ങൾ കണ്ടത് കട്ട് ചെയ്തതായിരിക്കും. ഞാൻ കട്ട് ചെയ്തതാണ് കണ്ടത്. അത് കാണുമ്പോ അത് കാണാൻ വേണ്ടിയല്ലേ. സ്ത്രീകൾക്ക് വളരെ വിഷമം തോന്നും ആ സീനുകളൊക്കെ കാണുമ്പോ. അപ്പൊ കാണാതിരുന്നത് നല്ലതാണെന്ന് വിചാരിക്കാം നിങ്ങള് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിനൊക്കെ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് പെയിൻ വരും. നമുക്ക് കാണുമ്പോൾ നമുക്ക് വേദന എടുക്കും നമ്മുടെ ശരീരത്തിന്. ഇത്രയ്ക്ക് അത് വേദന എടുക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും ചിത്രീകരിച്ചെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ. ഓക്കെ മാം, ആൽഫബറ്റിക് പെൻസിലിന്റെ ട്രീ വരക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ? അത് പിക്ചർ എടുത്തു വെച്ചോ? ഒന്ന് കാണിക്കാൻ. പിക്ചർ എടോ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ആൽഫബറ്റിക് പെൻസിൽ ട്രീ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ വരും പിക്ചേഴ്സ് വരും, ലൈറ്റ്സ് വരും കേട്ടോ. ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. സ്വന്തമായിട്ട് വരയ്ക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യട്ടോ. നിങ്ങൾ അതൊന്നും നോക്കൊന്നും വേണ്ട. ഇഷ്ടം പോലെ നിങ്ങളുടെ ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുക. ഞാൻ ആൽഫബറ്റിക് ഹൗസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹൗസോ? കാണിക്കാൻ. എവിടെ? എന്തത്? ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും ആയിട്ട്. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയൊക്കെ പേര് പറഞ്ഞു പോയടോ. എന്തായിരുന്നു പേര്? ഫെബിന. ഫെബിന. ഫെബിനയുടെ മുഖവും ശബ്ദം ഓർമ്മയുണ്ട്, പേര് മനസ്സിലായി. ഈ ട്രീ എങ്ങനെയാ പെൻസിലിന്റെ സ്റ്റെം ആയിട്ട് വരുന്ന? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ലേ? കണ്ടിട്ടില്ലേ നോർമൽ പെൻസിൽ എങ്ങനെ ഇരിക്കുന്നത്? നോർമൽ പെൻസിൽ എങ്ങനെ ഇരിക്കുന്നത്? പെൻസിലിന് അറ്റത്തൊരു മുന ഉണ്ടാവും. ജസ്റ്റ് ആ ഒരു സ്റ്റെം. അതായത് ഈ ട്രീയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തടി മീൻസ് സ്റ്റെം വരുന്നത് എങ്ങനെയാണ്? പെൻസിലിന്റെ രൂപത്തിൽ തന്നെ വരണം. ലീഫ്, ബ്രാഞ്ചസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. ഓരോ ലീഫിലും നമ്മൾ ഓരോ ആൽഫബറ്റ്സ് കൊടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. പെൻസിലിന്റെ രൂപം വരച്ചാൽ മതിയല്ലേ? ഞാൻ വിചാരിച്ചു പെൻസിൽ കുത്തി കയറ്റി വെക്കണം എന്നല്ലേ. രൂപം വരയ്ക്കുന്നത് ഇപ്പോഴാണ് മനസ്സിലായേ. സോറി. നിങ്ങളോട് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പടി ടെൻഷനാണ്. ആദ്യം തന്നെ ഫസ്റ്റ് ടെൻഷനാണ്.
അത് കഴിഞ്ഞിട്ട് ആലോചിക്കുക. ആ ടെൻഷൻ ആദ്യം എടുത്ത് കളയണം. ആദ്യം തന്നെ ഇപ്പൊ കോഴ്സ് കഴിഞ്ഞപ്പോൾ ആ ടെൻഷൻ ആദ്യം എടുത്ത് കളയണം. ഒരു ക്വസ്റ്റ്യൻ തരാൻ പോയാലും ടീച്ചർ അതെങ്ങനെ വരും, ടീച്ചർ ഇത് ഇങ്ങനെ വരും, ആദ്യത്തെ കൺഫ്യൂഷൻ ആണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി അത് സമാധാനം കിട്ടിയിട്ട് പിന്നെ മര്യാദ എല്ലാവരും സ്റ്റുഡൻസും അതെ കേട്ടോ. പേടിയാണ് അത്. അതുകൊണ്ടല്ല, ചെയ്യാനുള്ളൊരു വ്യഗ്രത കൊണ്ടുള്ള ഒരു ടെൻഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? മിസ്സേ അതല്ല മിസ്സേ, കുറെ നാളിലത്തെ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ പഠിക്കുമ്പോഴേ അപ്പൊ അത് നമ്മൾ ആ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആയിരിക്കുവോ, അത് ശരിയായിരിക്കുവോ, അപ്പൊ കുറെ സംശയങ്ങളാ ഞങ്ങൾക്ക്, അതുകൊണ്ട് വരുന്നതാ മിസ്സേ. അതെ, ചോദിക്കണേന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചോദിക്കണേനൊക്കെ പറഞ്ഞു തന്നെയല്ലേ പറ്റുന്നത് പോലെ ഞങ്ങള്. എന്താന്ന് അറിയാം മാം, ഞാൻ നാളെ കൂടി എനിക്ക് പഠിക്കാൻ അറിയില്ല, പക്ഷെ എന്റെ മോള് നന്നായിട്ട് പഠിക്കും. അപ്പൊ ഞാനിത് കേട്ടപ്പോഴേക്കും അവളെ എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പഠിച്ചു തരാന്ന്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? Yes, ma'am. Good morning, ma'am. Good morning, everyone. Step 1. Thank you, Adina ma'am, for dedicating your valuable time to us. I am sign out today with an inspirational quote. Trying is better than crying. Once again, trying is better than crying. Sign out by Nusrat Trishu. Thank you, ma'am, and thanks all. Okay, thank you. Have a nice day. Thank you. Thank you. Ma'am. Thank you, ma'am.